ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന്റെ തന്ത്രപ്പാടുകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയില്ല, ശ്യാം ചിരിക്കുന്നെങ്കിൽ അയ്യോ വണ്ടി അയ്യോ ഓ മൈ ഗോഡ്. വണ്ടി ഓടിക്കുന്ന സമയത്താണ് ഞാൻ അതിന്റെ സത്യം മനസ്സിലാക്കിയത്. ഇതുവരെ ആരും കാണാത്ത ചരിത്ര നിമിഷമായിട്ടുള്ള ഒരു ഷോട്ടിലേക്കാണ് നമ്മൾ പോണത്. ക്യാമറ ആൻഡ് ആക്ഷൻ. ഒരാളെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതെന്താ അലുവയും മത്തിക്കറി ഒരു കോമ്പിനേഷൻ പോലെ ഉണ്ടായിരിക്കും. ഒട്ടും ചേരാത്ത ഡ്രസ്സും ഒട്ടും ചേരാത്ത ഹെയർ സ്റ്റൈലും മേക്കപ്പും അല്ലേ. ഇതിന്റെ പിന്നിലൊരു വലിയ കാര്യമുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ് അല്ല, ഇത് ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈവനിങ് ആയിരിക്കും. എന്തായാലും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ ഒരുമിച്ച് വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് തന്ത്രപ്പാടുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വന്നോളൂ. ഫുൾ ബിനിച്ചേട്ടൻ പറയുന്ന പോലെ ഞാനും എൻ്റെ സന്തത സഹചാരികളുമായിട്ടുള്ള ഒരു 11 പേരും അത്ര പേരേ ഉള്ളൂ. എന്താ നമുക്ക് പോയാലോ? സ്റ്റാർട്ട് ചെയ്യാം. അനഗാസ്, ജെൻസൻ, ചേച്ചി, കുയിൽ, ശ്യാം, ബേബേ എല്ലാവരും ഗെറ്റ് റെഡി. ഈ വ്യൂവില് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പും മുട്ടക്കറിയുമാണ്. എഗ് റോസ്റ്റ് അതാവണേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് നമ്മുടെ ഗുലാബിയുടെ, നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്കൊരു കുഞ്ഞൊരു ബ്രാൻഡ് ഉള്ളത്, ഒരു ഓൺലൈൻ സ്റ്റോർ. നമ്മുടെ ഗുലാബിയുടെ ബ്രാൻഡ് ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാരികളൊക്കെ ഉണ്ട്. സാരി ലവേഴ്സ് എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്ത് ഇസ് മസ്റ്റ്. ഒന്നുകൂടി വ്യൂ കണ്ടോ? ഇതാ ബീച്ച് ഇങ്ങനെ ഫേസ് ചെയ്യാണ് കേട്ടോ, ഓപ്പോസിറ്റ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നല്ല ചൂട് വെള്ളയപ്പം അതുപോലെ തന്നെ മുട്ട റോസ്റ്റും എല്ലാവരും ഉണ്ട്. ഇതാ ബാക്കി കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുക. കൊടും വെയിൽ, അതും ബീച്ച് സൈഡ്, ഊഹിക്കാലോ. പക്ഷെ വീഡിയോ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ജനത എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ എലിഫന്റ് സാരി? ഞാൻ ആനയാണെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ആന ചിഹ്നത്തിനോട് എനിക്ക് സ്പെഷ്യലി ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഭയങ്കര സ്ലിം ബ്യൂട്ടി ചെയ്തുകൊണ്ടും ഇതാ എലിഫന്റ് സാരിയാണ് കേട്ടോ. നല്ല അടിപൊളി സാരിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ. ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്. വേണമെങ്കിൽ ഗുലാബി ഫോളോ ചെയ്താൽ മതി, ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര. അടുത്ത സാരിയുടെ വീഡിയോ ചെയ്യാൻ പോവാ. ഇത് നമ്മൾ ശ്വേതശിക്ക് ഒരു സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതാ ആ ഒരു കാക്ക പോയി. ഓക്കെ, കാക്ക ഓടിക്കാൻ പണ്ട് കൈയായിരുന്നു, ഇപ്പൊ സാരി. അങ്ങനെ വിചാരിക്കല്ലോ കേട്ടോ. ശ്വേതചിക്ക് കൊടുത്ത് ഞാൻ ശ്വേതാമനെ ഗിഫ്റ്റ് ചെയ്ത സാരിക്ക് ഭയങ്കര എൻക്വയറി ആയിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സാരിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഗുലാബി വാച്ച് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി, ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര കേട്ടോ. അയ്യോ വിശന്നിട്ട് വയ്യ ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. ഓക്കെ ബൈ. ഷിനോൺ സിൽക്കിലെ ഒരു അടിപൊളി സാരി കേട്ടോ. അപ്പൊ നല്ല വയലറ്റ് ഷെയ്ഡിലുള്ള പിങ്ക് വേണോ, പേർപ്പിൾ വേണോ, വയലറ്റ്, ഒരു സിൽവർ മാല ഇടണോ? മാല വേണോന്ന്? വേണ്ടല്ലോ. ഇപ്പൊ കഴിയുന്നതും എന്ത് ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും മെജോറിറ്റി ഗുലാബി എന്നുള്ള ലൈക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അടുത്തതൊരു ഇതുവരെ ആരും കാണാത്ത ചരിത്ര നിമിഷമായിട്ടുള്ള ഒരു ഷോട്ടിലേക്കാണ് നമ്മൾ പോണത്. അതിന് മുമ്പായിട്ട് ഹൗസ് മൈ സാരി, ഹൗസ് മൈ ലുക്ക് അടിപൊളിയായിട്ടുണ്ടോ? ഇനി വെറൈറ്റി ഷോട്ട് ഏതാണെന്നറിയോ? ഞാൻ താറിലേക്ക് കയറുന്നു, എന്നിട്ട് ചാടുന്നു, എന്നിട്ട് വരുന്നു, ദ സാരി ഈസ് ഫ്രം ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നു. എന്തൊരു ചളിയാണല്ലേ. പക്ഷെ അല്ലേ, ഒരു വെറൈറ്റി ആവാന്ന് വിചാരിച്ച് വെറുതെ നിന്നിട്ട് സാരിയെ പറ്റി പറയണമെങ്കിൽ. പിന്നെ ബൈ ദ വേ, ശരിക്കും ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ദിസ് ഫ്രം ഗുലാബി കേട്ടോ. പർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതി. എന്തൊരു മാർക്കറ്റിംഗ് ആണേ, ഞാൻ എന്നെ കൊണ്ടും എന്നെ തോറ്റു. ഓക്കെ, ശരിക്കും ഭംഗിയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. എന്നാ ഞാൻ വണ്ടി കയറട്ടെ. അല്ലേ, ബ്ലൗസ് അല്ല, തലപ്പത്ത് ഇത്തിരി നീട്ടം കൂടി പോയി, കാരണം ഇതിൽ വിത്ത് ബ്ലൗസും കൂടി ഉണ്ട്, അതുകൊണ്ടാ.
നമ്മളൊരു പരിചയമില്ലാത്ത പോലെ ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇറങ്ങി വരും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഷോട്ട്. ഓക്കെ, ഡോറടയ്ക്കൂ, ഞാൻ അറിയാത്ത പോലെ ഇറങ്ങി വരട്ടെ. അത്ര മതി. ഈ ചാവി ഇല്ലാണ്ട് വണ്ടി കണ്ട കുഴപ്പമുണ്ടോ? വണ്ടിയിൽ താക്കോലില്ല. ഇല്ല. ഒന്നൂടെ. വെൽക്കം ടു ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ബ്ലാക്ക് ഇസ് ഓൾവേസ് എവറിബഡീസ് ഫേവറേറ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ബ്ലാക്കിലുള്ളൊരു വെറൈറ്റി സാരി അല്ല, ഇന്നൊരു നോർമൽ സാരിയാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയില്ല, ശ്യാം ചിരിക്കണെങ്കിൽ റെഡി? ഓക്കെ, ആ ഡോറ് കൂടെ അടയ്ക്കട്ടെ. ഹലോ, വെൽക്കം ടു ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറമാൻ പുറകെ ചാടും. എന്റെ മിസ്റ്റേക്ക് കൊണ്ട് കൊട വെള്ളത്തിൽ വീണു. കൊട എടുക്കാൻ പോവാ. എന്തൊരു ആത്മാർത്ഥതയുള്ള ക്രൂ. ഓഹോ, ഞാനൊരു താങ്ക് യു. അപ്പൊ ഇത് കണ്ടോ, നല്ലൊരു ഓറഞ്ചിന്റെ കൂടെ ഒരു റെഡിഷ് ടോൺ വരുന്നുണ്ട്. ഭയങ്കര രസമാണ്. ബീച്ചിന്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ബീച്ചിന്റെ അടുത്തോ, അതായത് പരിശീലനം ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കപ്പലണ്ടി കഴിക്കണ പോലെയാണ് ഇപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത്. എത്ര വീഡിയോ ആണെന്ന് അറിയാം. നമ്മുടെ ഗുലാബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീച്ച് ഫേസിംഗ് ആയിട്ട് ചെയ്യണം. ബട്ട് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ച് പ്ലെയിൻ ആയി പോകും. അതുകൊണ്ടാണ് ബീച്ചിന്റെ ഫ്രണ്ടിൽ ബീച്ചിനെ നോക്കി എത്ര ഷിപ്പാ പോയിക്കൊണ്ടിരിക്കണേ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുളന്തുരുത്തിയിൽ, കൊച്ചിയിലെ മുളന്തുരുത്തിലുള്ള ജോൺസ് വില്ലേജിലാണ്. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഗുലാബിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഓടിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാർ ഓടിക്കാൻ അറിയാന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ ദേ ഒരു റൈഡിൽ കയറാൻ പോവാ. ഈ സാരിയുടെ ഷൂട്ട് എടുക്കേണ്ടതായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി ഒരു റൗണ്ട് വണ്ടി ഓടിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഉള്ളത് മുളന്തുരുത്തിലെ ജോൺസ് വില്ലയിലാണ് കേട്ടോ. ഷൂട്ട് ഇവിടെ നടക്കണേ. ഓ മൈ ഗോഡ്, വണ്ടി ഓടിക്കുന്ന സമയത്താണ് ഞാൻ അത് അതിന്റെ സത്യം മനസ്സിലാക്കിയത്. ഫിഷ് കട്ടുണ്ട്, കാല് ശരിയാവില്ല. ഞാൻ ഇങ്ങനെ വെച്ച് ഓടിച്ചാലോ? വൺ സൈഡിൽ ഓടിക്കാൻ പറ്റുമോ? തലയും കുത്തി താഴെ വീണാ തീർന്ന്. അയ്യോ, മാറിക്കോ. ബട്ട് വെരി പവർഫുൾ. അയ്യോ, വണ്ടി പറയാൻ മറന്നു. ഈ സാരി ഗുലാബിന്നാണ്, അതിന്റെ ഇടയിൽ കൂടെ മാർക്ക്.
ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി ഡേ ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബ്രാൻഡ് ഗുലാബി ബൈ ലക്ഷ്മി നക്ഷത്ര എന്നുള്ളൊരു ബ്രാൻഡ് ശരിക്കും ഇപ്പോഴും ന്യൂ ബോൺ ബേബിയാണ്. പക്ഷേ ആ ഒരു ബേബിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1 lakh പ്ലസ് നിയർലി 2 lakhs നമ്മൾ ഹിറ്റ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് നിങ്ങൾ തന്ന സപ്പോർട്ട് ഡെയിലി ഡിസ്പാച്ച് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം പ്രൊഡക്ട്സിൻ്റെ. സോ നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഒരു 1 month കൂടുതലായി. അപ്പം ഒരുപാട് പേര് ഇൻബോക്സ് ചെയ്ത് ചോദിക്കേണ്ട എന്തായി റിസൾട്ട്. നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ ബ്രാൻഡിനെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും മാക്സിമം ഫ്രണ്ട്സിനെ നിങ്ങൾ ടാഗ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി നിങ്ങളുടെ ഒരു ഓവർവെൽമിങ് സപ്പോർട്ട് ആൻഡ് റെസ്പോൺസ് കണ്ടപ്പോൾ. കാരണം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലെ, ക്ലോസ്ലി ഹഗ് ചെയ്തിട്ടുള്ള പോലെ ഗുലാബിയും നിങ്ങൾ ഏറ്റെടുത്തു. ആൻഡ് ഗുലാബി എന്നുള്ള ബ്രാൻഡിനോടുള്ള ആ ഒരു ഇഷ്ടം ഞാൻ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാം കേട്ടോ. എത്ര പേരാണെന്നറിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഡിയർ വൺസിനെയൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പറയുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ ടാഗ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡിയർ വൺസിനെ ടാഗ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഗുലാബിയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്രയും സ്നേഹം ഇങ്ങോട്ട് കാണിക്കുമ്പോൾ തിരിച്ചിരട്ടിയിട്ട് കാണിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മാസം എന്ന് പറയണേ. ഒരാളെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി മുളന്തുരുത്തിയിലുള്ള ജോൺസ് വില്ലേജിലാണ്. സോ അവിടെ അവർ വന്നിട്ടുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ്. എന്നെ കണ്ടിട്ടില്ല. നമ്മളപ്പോൾ നേരെ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ആൻഡ് ലെറ്റ്സ് ഗിവ് ദം എ സ്മോൾ സർപ്രൈസ്. എനിക്ക് എവിടെ നിന്ന് അവർ വരണേ ഒന്നും അറിയില്ല. 3 പേരുണ്ട്. അതിൽ ആരാ വന്നിട്ടില്ലെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെയായിരുന്നു ഗുലാബിയിൽ അനൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. യെസ്, ഫാമിലിയാ, 3 പേരുണ്ട്. കം, ഗിഫ്റ്റ് ഇപ്പം എടുത്തിട്ടില്ല കേട്ടോ. ആദ്യം നമുക്കൊന്ന് കാണാം. ഓക്കെ, ഹലോ, ഹായ്. ഹലോ, ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. അറിയോ അവന് നാണം വന്നിട്ട് വയ്യ. ഇരിക്കും പ്ലീസ്. യെസ്, അപ്പോൾ ഇവരാണ് നമ്മുടെ ഗിവ് അവേയിലെ വിന്നേഴ്സ്. നമ്മൾ 3 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആരാണ് ഇവർന്ന് ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് കേട്ടോ. യെസ്, ഹലോ, എന്താണ് വിശേഷങ്ങൾ? എക്സൈറ്റഡ് ആണോ? എവിടുന്നാ വരണേ? കോട്ടയത്തു നിന്നാണോ വരണേ? ഓ, ഓക്കെ. എന്താ പേരെന്താ? അപ്പുവോ? അപ്പൊ അപ്പുവിന്റെ അച്ഛനും അപ്പുവിന്റെ അമ്മയാണ് വന്നിട്ടുള്ളത്, ശരിയല്ലേ? ശരി. അപ്പൊ എന്തായാലും ഇവർക്കുള്ളൊരു ഗിഫ്റ്റ് ആണ്. എത്ര പേരെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു? എണ്ണാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് 3 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ. ഇനി അപ്പുവിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരൊന്ന് പറയോ? എന്റെ പേര് ആൻസി. ആൻസി, സനിൽ. 2 പേരും കോട്ടയാണോ? എറണാകുളമാണ്. ഓക്കെ, ശരി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഒരുപാട് ഓൺലൈൻ പേജസ് ഉണ്ട്. ഞാൻ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. വൈ ഗുലാബി? ഡ്രസ്സസ് ഒക്കെ എനിക്ക് അതിനകത്ത് കാണിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മേടിക്കാനുള്ള അത്രയും ഇതില്ല. എന്തില്ല മീൻസ് അത്രയും നമുക്ക് ഓൺലൈൻ പർച്ചേസിങ്ങിനുള്ള സാമ്പത്തികം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അന്നാ ഇത് ഗിവ് അവേയുടെ കണ്ടപ്പോൾ ഒന്ന് ചെയ്ത്. കാരണം ഞാൻ കുറേ ഗിവ് അവേ ഞാൻ ചെയ്യുമായിരുന്നേ. അപ്പം എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കിയിരുന്നോ ഇപ്പം കിട്ടും. അങ്ങനെ കുറേ പേര് തളർത്തിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നായാലും കിട്ടും, ചെറുതാണെങ്കിൽ ചെറുത്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ ചുമ്മാ നമ്മൾ അങ്ങ് ചെയ്ത് കിട്ടുന്നുള്ളൂ. പക്ഷെ 2-3 ദിവസം മുമ്പാണ് ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ആദ്യം എന്താ മെസ്സേജ് വന്നേ? കൺഗ്രാറ്റുലേഷൻ ഗിവ് അവേ വിന്നറായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. കോണ്ടാക്ട് നമ്പർ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ ഹസ്ബൻഡിന് ഇട്ട് കൊടുത്തേ. അപ്പോൾ പുള്ളിക്കാരൻ പറ്റിക്കലാവെന്ന് വിചാരിച്ചോ? അല്ല, പറ്റിക്കലല്ല. പുള്ളിക്കാരൻ ഞാൻ എറണാകുളം മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇനി അടുത്ത കാരനുണ്ടല്ലോ, എറണാകുളം പോകാനാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞേ. ഞാൻ പറഞ്ഞു സത്യമായിട്ട് എനിക്കിങ്ങനെ വന്ന. പിന്നെ ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുത്തു. പിന്നെ ഇന്നലത്തെ മാമിൻ്റെ വീഡിയോ അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ ഓ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കുറേ പേരെന്നെ പറഞ്ഞു, ചെറുതാണെങ്കിലും വിന്നായല്ലോ. അപ്പോ ഒരുപാട് ഇതിനു മുമ്പ് ഗിവ് അവേയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് നടക്കുമോ നടക്കില്ലേ എന്നുള്ളൊരു സംശയവും നിശ്ചയവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കും എന്ത് തോന്നുന്നു? പറ്റിക്കലാണെന്ന് പറഞ്ഞിരുന്നോ? എനിക്ക് തോന്നുന്നു പഞ്ചടയിലൊക്കെ അടിച്ചിട്ടുണ്ടാവുന്നു. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ഗുലാബിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഗിവ് അവേ ആണ് കേട്ടോ. ആൻഡ് ബാക്കി റിമൈനിങ് 2 പേരും കൂടെ ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഫസ്റ്റ് നിങ്ങൾക്കാണ് ഗിഫ്റ്റ്. എന്നാ നമുക്ക് പതുക്കെ ഒന്ന് നടന്നാലോ? യെസ്, വരുന്നോ? ഫാനാ അവര് പഞ്ചാബിലെ സ്ഥിരം. പഞ്ചാബിലാണോ? അവര് സ്ഥിരം സ്റ്റാർ മാജിക് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യം ഞാൻ പഞ്ചാബി പറയേണ്ടി വരുമോ എനിക്കൊരു സംശയം പോയി. അപ്പോ പഞ്ചാബിലുള്ള ആൻസി അല്ലേ? ആൻസിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ബിഗ് ഹൈട്ടോ.
അരെ സോണിയ അത്ര പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവരെ നമ്മൾ വിളിച്ചത് ജോൺസ് വില്ലേജിലേക്കാണ്. ആക്ച്വലി ഗുലാബിയുടെ ഇന്ന് കുറെ ഇതുവരെ ഗുലാബിന്ന് പ്രൊഡക്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രൊഡക്ട്സ് ഒന്നും മേടിക്കാൻ അത്ര ഒരു ഇതില്ല, പക്ഷെ ഞാനിങ്ങനെ ഗിവ് അവേയിൽ പങ്കെടുത്ത് നോക്കാന്ന് പറഞ്ഞു. ഇപ്പുറത്ത് നോക്കൂ, വൈഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുലാബിന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാതെ തന്നെ നമ്മളൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തരാൻ പോവാ. എന്നിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് സാരിയെ കൊടുത്ത് എനിക്ക് പിക്ചർ അയച്ചു തരണം, ഞാനൊന്ന് കണ്ടോട്ടെ. കാരണം മനസ്സിൽ ഇതുവരെ അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് സാധിച്ചു കൊടുക്കാൻ പോണേ കേട്ടോ. ആൻഡ് യെസ്, എനിക്ക് ആ ഗിഫ്റ്റ് തരൂ. എനിക്കുള്ള ഗിഫ്റ്റ് അല്ല, ഇവർക്കുള്ള ഗിഫ്റ്റാ. എ സ്മോൾ ടോക്കൺ ഓഫ് ലവ് ഫ്രം ഗുലാബി. ഞാൻ മെൻസ് വെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ഭാവേ അമ്മയ്ക്ക് കൊടുക്കാം. ആ, കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഗുലാബി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ചെറുതല്ല, ഭയങ്കര വലുതായിരുന്നു. ഈ ഒരു ഗിവ് അവേയും കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്തപ്പം അപ്പോൾ ആ ഒരു സമയത്ത് കുത്തിയിരുന്ന് അത്ര പേർക്ക് ടാഗ് ചെയ്തിട്ടുണ്ടല്ലേ. യെസ്, അപ്പോൾ അതിനുള്ളൊരു എൻഡ് റിസൾട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. സോ കൺഗ്രാറ്റ്സ് ആൻസി. താങ്ക് യു. കൺഗ്രാറ്റ്സ്. മാമനെ വിളിക്കണ്ട, ലക്ഷ്മി വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഗുലാബി ഫാമിലിയിലേക്ക് ഗുലാബി ഫാമിലി എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കുറച്ച് മെമ്പേഴ്സിനെ ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ആദ്യത്തെ ഒരു ഫാമിലിയെ നമ്മൾ കണ്ടു. ആൻഡ് വി ആർ വെയിറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഓൺ ദ വേ ആണ്. അപ്പോൾ ഒരാൾ കോട്ടയത്തു നിന്നാണ് ഒരു ഫാമിലി. അപ്പോൾ ആൻസി ആൻഡ് ഹസ്ബൻഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇവനൊന്നും മനസ്സിലായിട്ടില്ല. കളിക്കണോ? വെള്ളത്തിൽ കളിക്കണോ? വെള്ളത്തിൽ കളിക്കണോ? ബാ, ഷൂ ഒരു എന്നാ പറ. ഇനി ഏത് സ്കൂളിലാണ് പഠിക്കണേന്ന് പറ. വെള്ളത്തിൽ കളിക്കണമെങ്കിൽ ഏത് സ്കൂളിലാണ് പഠിക്കണേന്ന് പറയും. അംഗൻവാടി പറ. അംഗനവാടി. അവനിപ്പം എടുക്കണ്ട കേട്ടോ, ഇപ്പൊ അവൻ സംസാരിക്കണ്ടേ. ഇവന്റെ ലാഷസ് ഒക്കെ കണ്ടോ? ഇവിടെ എക്സ്ട്രാ ഫിറ്റിംഗ് ആ. ഒരു ടാറ്റു കൊടുത്തോളൂ. തിരിഞ്ഞു നോക്കണമല്ലോ കേട്ടോ. ഞങ്ങള് സെറ്റായി. ബൈ. ബൈ ദ വേ, സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഗുലാബിന്നാ. ഞങ്ങളൊന്ന് വെള്ളത്തിൽ കളിക്കാൻ പോവാണേ. ഉടുപ്പ് നനഞ്ഞ എന്ത് ചെയ്യും? കുഴപ്പമുണ്ടോ? വീട്ടിൽ പോവാൻ കുഴപ്പമുണ്ടോ ഉടുപ്പ് നനഞ്ഞ? ഇല്ല അല്ലേ? ഇല്ല, ഞങ്ങൾ മൂളിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാല് മാത്രമേ നനയ്ക്കുള്ളൂ. ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കോട്ടയത്ത് നിന്ന് ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്നേനെ. എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എടുത്തു വന്നിട്ടുണ്ടോ? എന്നാ പിന്നെ രസമുണ്ടോ? എടാ മിണ്ടടാ. ഞാൻ പഞ്ചാബിൽ നിന്ന് അമ്മ വീഡിയോ കോൾ വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആണോ? അതെ. യെസ്. നമസ്തേ. സുഖാണോ? ഇതാണ് പഞ്ചാബിലുള്ള ഫേമസ് ആൻസിയുടെ അമ്മ കേട്ടോ. സുഖമായിട്ടിരിക്കണോ? മോൾക്കൊരു സമ്മാനമൊക്കെ കിട്ടി. അമ്മയുടെ മുഖം കാണുന്നില്ല. ഇപ്പൊ കാണാം കേട്ടോ അമ്മയുടെ ഫേസ്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞോളൂ. പഞ്ചാബിൽ വരുമ്പോ ഞാൻ വരാം. അപ്പൊ ഇതാണ് പഞ്ചാബിലെ ആൻസിയുടെ അമ്മ. അപ്പൊ അച്ഛനടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. ഒരുപാട് സന്തോഷം. ശരി, അടുത്തവണ ഗിവ് അവേ ഉണ്ടാവുമ്പോ മോൾക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് അമ്മയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ബൈ. ശരി അമ്മേ, ശരി. ഓക്കെ. അവൻ എക്സൈറ്റഡ്. ഓർഡർ. കുട്ടി ഇപ്പോഴാണ് ഫോം ആയി കേട്ടോ. അവനിനി കളിക്കണം. അപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഗുലാബിയിൽ ഇതുപോലെ തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഫാമിലിയെ നമുക്ക് കാണാം. അപ്പൊ അവരെപ്പോഴാണ് വരിക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ബാക്കി ഗുലാബിയുടെ ഒരുപാട് ഷൂട്ട്സ് നമുക്ക് ചെയ്യാനുണ്ട്, എക്സ്ക്ലൂസീവ്ലി ക്രിസ്മസ് സ്പെഷ്യൽ. അതൊക്കെ നമുക്ക് പോയി ചെയ്യാം കേട്ടോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു ആൻസി ആൻഡ് സനൽ. ഹാപ്പി ആണോ? എന്താ തോന്നുന്നത് ഇപ്പൊ മനസ്സിൽ? ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇത്ര നേരമായിട്ടോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, കാണാൻ പറ്റും, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ആരെയും നമ്മൾ പ്രതീക്ഷിക്കും. കാരണം നമ്മൾ അത്രയും ഇതാവുന്നില്ല, നമ്മളൊരു സാധാരണ ജീവിതക്കാരും അങ്ങനെയൊക്കെ പോകുന്നവരല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ അയ്യോടാ. എന്തായാലും ഇവരെ ഹാപ്പി ആക്കാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മളെ തേടി നമ്മളെ കാണാനൊക്കെ ഇങ്ങനെ എന്താ പറയുക, അതും ഇത്രയും ദൂരത്തുനിന്ന്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അവർ 2 വീലറിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ കോട്ടയത്തുനിന്ന്
2 വീലറൊക്കെ എടുത്തതാ ഇവിടം വരെ എത്തി. ഒരുപാട് സന്തോഷം കേട്ടോ ഇത്ര എഫേർട്ട് എടുത്ത് വന്നില്ല. ഇപ്പം ഒരു കോള് വരുമ്പം ഇപ്പം വന്ന് റിസീവ് ചെയ്യണം എന്നൊന്നും ഇല്ല ഗിഫ്റ്റ്, പക്ഷേ ഇവർ ആ വന്നതിനും ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെ കാണാം. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് നമ്മുടെ ജോൺസ് വില്ലയിൽ അവരുടെ കുറച്ച് ഫാമിലി ടൈം ആവട്ടെ. അവരിനി വെള്ളത്തിലൊക്കെ കളിക്കാൻ പോവുക. അപ്പോഴാണ് അടുത്ത ഫാമിലി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവരെ കാണാൻ പോവാം. അപ്പോൾ എൻജോയ്. ബൈ, കളിച്ചോളൂ. അപ്പോൾ നമ്മളിതാ അടുത്ത നമ്മുടെ ഗുലാബിയിൽ ഗിവ് അവേ കോൺടെസ്റ്റിൽ വിൻ ചെയ്തിട്ടുള്ള 2 പേര് എത്തിയിട്ടുണ്ട്. 2 പേര് ഇൻ ദ സെൻസ് ഒരു ഫാമിലിയാണ് അല്ലേ. 2 പേര്, ഒരാൾക്ക് കൂട്ടായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാന്നുള്ളത് നോക്കാം കേട്ടോ. മൊത്തം 3 പേരാണ്. ദാറ്റ് മീൻസ് അപ്പോൾ ഒരാളും കൂടെ എത്താനുണ്ട്. ബട്ട് ഐ എം വെരി ഹാപ്പി. ആൻസിയും അതുപോലെ തന്നെ ഹസ്ബൻഡും ഒക്കെ വന്നപ്പം അവരുടെ ആ മനസ്സിൽ നിന്നുള്ള ഒരു സന്തോഷം കണ്ടില്ലേ. അപ്പോൾ യെസ്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ആരാണ് ഇതിൽ വിന്നർ? ശരി, പേര്? ഷാന. ഷാന. ഷാന വേഗം തന്നോളൂ. ഷാന എവിടെന്നാ പറയണേ? കൊച്ചി പള്ളുരുത്തി. കൊച്ചി പള്ളുരുത്തി. കൺഗ്രാറ്റുലേഷൻസ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഷാന എന്താ ചെയ്യണേ? ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു പാഷൻ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ആക്കിയിട്ടുണ്ട്. ശരി, പാഷനാണ്. പാഷൻ ഡ്രീം കം ട്രൂ ആക്കി അല്ലേ? ഓൾ റൈറ്റ്. ഓ അടിപൊളി. ഓക്കെ. അപ്പൊ എന്താ പേരെന്താ? സരിക. അപ്പൊ ഇവരെ 2 പേര് കൊച്ചിയാണോ ബേസിക്കലി? പള്ളുരുത്തി. ഓക്കെ. അപ്പൊ പള്ളുരുത്തിയിൽ നിന്നും ആദ്യം കോട്ടയം നമ്മൾ പരിചയപ്പെട്ടു. ഇവരിതാ കൊച്ചിക്കാർ തന്നെയാണ്, പള്ളുരുത്തിയിലാണ്. അപ്പം എന്ത് തോന്നുന്നു, ലൈക്ക് ഒരുപാട് പേര്, ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയൊരു കാര്യം കേട്ടോ. ഒരുപാട് പേര് നമുക്ക് ടാഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻഡ് റിസൾട്ട് 3 പേരിലേക്കാണ് വന്നിട്ടുള്ളത്. അതിലൊരാള് ഷാനയാണ്. വിചാരിച്ചിരുന്നോ കിട്ടുന്ന? ലോട്ടറി അടിക്കാറുണ്ടോ? ഇതുവരെ അടിച്ചിട്ടില്ല. ഇപ്പോഴോ ഈ ഒരു അറ്റംപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ജസ്റ്റ് ഫോൺ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കായി. അടിപൊളി. അപ്പൊ എന്തായാലും ഷാനയാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. മീൻസ് 3 പേരും ഫസ്റ്റ് പ്രൈസ് തന്നെയാണ് അവർക്ക്. അതിൽ 2ാമത് എത്തിയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഷാനയാണ് കേട്ടോ. അപ്പൊ ഷാന, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഗുലാബിയുടെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് ആണ് ഫ്രം ആ സൈഡ്. അപ്പൊ ഇനി ഗിവ് അവേ ഉണ്ടാവും, നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഇൻ അഡ്വാൻസ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ എന്തായാലും ഗുലാബിയുടെ ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ഫാമിലിയിലെ 2 മെമ്പേഴ്സിനെയും കൂടെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫ്രണ്ട്സ് നമ്മളാണോ? ഹലോ. അങ്ങനെ ഫ്രണ്ട് സമ്മാനം കൊണ്ടുപോയി. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാമേ. സുഖമായിട്ടിരിക്കണോ? പേരെന്താ? നീതു. ജിഷ്ണ. നിഷ. ഓക്കെ, നിഷ. ഓക്കെ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നേരിട്ട് കാണാം. കൊച്ചിയിലാണോ? ശരി ശരി കേട്ടോ. അപ്പൊ ഒരു ദിവസം സ്റ്റാർ മാജിക് ഒക്കെ കാണാൻ വരും എല്ലാവരും. നേരിട്ട് കാണാം. ബൈ. താങ്ക് യു. ഫ്രണ്ട്സിനോട് കൺഗ്രാറ്റ്സ് പറഞ്ഞോളൂ. ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടോന്ന്. ശരി കേട്ടോ. ഓക്കെ, ബൈ. ഓൾ റൈറ്റ്, ബൈ. ഓക്കെ. അപ്പൊ എന്തായാലും 2 പേരെ കണ്ടു. എനിക്ക് ഇപ്പൊ കിട്ടിയ അപ്ഡേഷനാണ്. 3ാമത്തെ ആള് രമ്യ ഹരിദാസ്. എവിടെ നിന്നാണ്? തൃശ്ശൂർ. ഓക്കെ. എൻ്റെ നാട്ടുകാരി വന്നില്ല അല്ലേ? എന്താ വരാൻ ഇന്നത്തെ ദിവസം അസൗകര്യം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രമ്യ നമ്മൾ ഗിഫ്റ്റ് എന്തായാലും രമ്യക്ക് അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും. തൃശ്ശൂരല്ലേ? അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഇനിയും ഗുലാബിയുടെ ഷൂട്ട് നമുക്ക് തകൃതിയായിട്ട് അവിടെ നടത്താനുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടേക്ക് പോട്ടെ. അപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി? 4:45. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം എന്നാ പോയി ഇനി മാമുണ്ണ. വിഷ്ണിട്ട് വയ്യ, വേഗം മാമുണ്ണിട്ട് കേട്ടോ. ശരിക്കും ടീ ടൈമാണത്. ഞങ്ങൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കണേ അല്ലേ? ആരും ക്യാമറയിലേക്ക് നോക്കുന്നില്ലല്ലോ, എല്ലാവരും ബിസിയാ. ശ്യാമ ഫുഡ് വന്നെടുത്ത് എണീറ്റ് പോയി വീഡിയോ എടുക്കുക. ഓക്കെ, ബൈ.